റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. മലപ്പുറം ചേലേമ്പ്രയിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് UKG വിദ്യാർത്ഥി വിലക്കി എന്ന് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ കേസെടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. മലപ്പുറം DDയോട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, നമ്മളെ ആകെ കണ്ണ് നനയിച്ചതാണ്, നമ്മളെ ആകെ ദേഷ്യം പിടിപ്പിച്ചതാണ്. വാർത്തയിൽ ഇപ്പോൾ നടപടി വരുന്നു. മലപ്പുറം DDയോട് റിപ്പോർട്ട് തേടി എന്നുള്ള വാർത്തയാണ്. വിദ്യാഭ്യാസ മന്ത്രി നമ്മളുമായി സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞിനെയും അങ്ങനെയൊന്നും വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല എന്നാണ് മന്ത്രി എടുത്ത നിലപാട്. അതിപ്പോൾ പാലിക്കുന്നു. നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ നടപടിയാവുകയാണ്. ആ ടീച്ചറോട് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്മയെ വിളിച്ച് ആ കുഞ്ഞിനെ വിളിച്ച് ചേർത്ത് നിർത്തി ഒരു മാപ്പും സോറിയും പറഞ്ഞ് പറ്റുമെങ്കിൽ ഈ വർഷത്തെ മുഴുവൻ വാഹന ഫീസ് ഒഴിവാക്കി കൊടുക്കുകയാണ് ആ ടീച്ചർ ചെയ്യേണ്ടത്. പക്ഷേ ആ ടീച്ചർ ഈ നിമിഷവും അത് ചെയ്യുന്നില്ല, അല്ലേ അഷ്കർ അലി? അരുൺ, അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തെറ്റ് സംഭവിച്ചു എന്നാണ് നമ്മളോടൊക്കെ തന്നെ ടീച്ചർ നേരിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ AU അടക്കമുള്ളവരോട് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ അത് നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റും പ്രധാന അധ്യാപകരും തന്നെ പോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ നടപടികൾ വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്കും, അതും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു UKG വിദ്യാർത്ഥിക്കൊക്കെ അത്തരം ഒരു ദുരനുഭവം, അതും ആ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ നേരിടേണ്ടി വരിക എന്നുള്ളത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യമാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ നടപടിയും ആരംഭിച്ചിരിക്കുന്നു. മലപ്പുറം DDയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള KV മനോജ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവും ആരംഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന അധ്യാപികയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടിയും. അരുൺ.